മിഥുന്റെ വേർപാടിൽ നെഞ്ചു തകർന്ന കൊല്ലം ജില്ലയിലെ വിളന്തറ ഗ്രാമം. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകി. തുർക്കിയിലുള്ള മിഥുന്റെ അമ്മ മറ്റന്നാൾ നാട്ടിലെത്തും. തുടർന്നായിരിക്കും സംസ്കാരം നടക്കുക. അമ്മയെ അപകട വിവരം അറിയിച്ചതായി ബന്ധുക്കൾ പറഞ്ഞു. കുട്ടിയുടെ അമ്മയായിട്ട് എൻ്റെ വൈഫ് പോയിട്ടുണ്ട്. അവൾ സംസാരിച്ചിട്ടുണ്ട്, കാര്യം പറഞ്ഞിട്ടുണ്ട്. കുട്ടിയുടെ അമ്മയെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അവർ സ്ത്രീകളാകുമ്പോൾ നമ്മൾ പറയുന്ന കണക്കല്ല, അതിൻ്റെ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ മാഡത്തിനെയും കാര്യം ധരിപ്പിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വരാനുള്ള ബാക്കി കാര്യങ്ങൾ നോക്കുന്നതായിരിക്കും. ബന്ധു സുഹൃത്ത് എല്ലാം കൂടെയാണ്. എല്ലാ കാര്യങ്ങളും ഞങ്ങളൊപ്പം നിൽക്കുന്നവരാണ്. എല്ലാ കുട്ടികളും ഉൾപ്പെടെ. എൻ്റെ കുട്ടിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരാണ് നമ്മുടെ ഇപ്പം നമുക്ക് നഷ്ടപ്പെട്ടു പോയ കുട്ടി. അവർ ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് നടക്കുന്നവരാണ്. എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ തിരിഞ്ഞു വരാനുള്ള ഒരു നടപടി സ്വീകരിക്കത്തില്ല. അതുകൊണ്ട് മരണപ്പെട്ടെന്നുള്ള വിവരം എന്തായാലും നമ്മളുടെ ഡെത്ത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ സുഖമായിട്ടും പിന്നെ മനുവിൻ്റെ വൈഫ് അത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് പൂർണ്ണമായി അറിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കറിയാലോ, ഒരു കൺട്രി ആകുമ്പോൾ സുഖമായിട്ടും മരണപ്പെട്ടു എന്ന് പറഞ്ഞെങ്കിൽ സുഖമായിട്ടും പെട്ടെന്ന് അവർ തിരിച്ചിങ്ങോട്ട് വരാനുള്ള സംവിധാനം ഒരുക്കത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് മറച്ചു വയ്ക്കാൻ പറ്റത്തില്ല. അമ്മയെടുത്ത കാര്യങ്ങളെല്ലാം നമ്മൾ പൂർണ്ണമായിട്ടും പറഞ്ഞു. വി ജയശങ്കറാണ് തേവലക്കരയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ജയശങ്കർ, രാവിലെ മിടുക്കനായി സ്കൂളിലേക്ക് ഇറങ്ങിയ വിദ്യാർത്ഥിയാണ് വൈകിട്ട് ജീവനറ്റ് തന്റെ ജീവൻ നഷ്ടമായി വീട്ടിലേക്ക് വീണ്ടും തിരിച്ചെത്താൻ ഒരുങ്ങുന്നത്. ബന്ധുക്കളെ സംബന്ധിച്ച് ഇത് ഉൾക്കൊള്ളാനായിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നു. എപ്പോഴാണ് ഇനി അമ്മ എത്തുക? അമ്മയെ കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചിട്ടുണ്ടെന്ന് ബന്ധുക്കൾ തന്നെ പറയുന്നുണ്ട്. എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ? അതായത് പ്രഭുത, ഈ തേവലക്കരയിലെ വീടിനെ സംബന്ധിച്ച് വലിയ വിഷമവും ദുഃഖവും ഒക്കെയാണ് ഈ അപകടം ഉണ്ടാക്കിയത്. കാരണം രാവിലെ തിരിച്ച് അച്ഛന്റെ കൈ പിടിച്ച് പോയ ഇതിന്റെ മരണവാർത്തയാണ് പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷം വീട്ടുകാരെയും ഈ നാട്ടുകാരെയും ഒക്കെ തേടി വന്നത്. അതിന്റെ വിഷമം ഇവിടെയൊക്കെ തന്നെയുണ്ട്. കാരണം ഒരു പണി പൂർത്തിയാകാത്ത ഒരു സാധാരണ വീട്ടിൽ സാധാരണ കുടുംബമായിരുന്നു. നമുക്ക് ഈ വീടിന്റെയൊക്കെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ആ കാര്യം വ്യക്തമാകും. എന്തായാലും ഇതിന്റെ അമ്മ മറ്റന്നാൾ ശനിയാഴ്ച എത്തുമെന്നാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം. നാളെ വൈകിട്ട് തുർക്കിയിൽ നിന്ന് കുവൈറ്റിലെത്തും. അവിടെ നിന്ന് ശനിയാഴ്ച രാവിലെ കുവൈറ്റിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കുമെന്നാണ് നമ്മൾ നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അമ്മ എത്തിയതിനു ശേഷം ഞായറാഴ്ചയോടുകൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ നിലവിൽ അറിയിക്കുന്നത്. എന്തായാലും സുജയ ഇവിടെ എത്തുക, മകന്റെ ചേതനേറ്റ ശരീരം അവസാനമായി കാണാതെ അവരുമെടുക്കുക, അത് തന്നെയാണ് ഇപ്പോൾ എന്തായാലും പ്രാധാന്യം നൽകുന്നത്. കുടുംബത്തെ സംബന്ധിച്ച് സുജയൊക്കെ വളരെയധികം കഷ്ടപ്പാടുകൾക്കിടയിലാണ് ഇത്തരത്തിൽ വിദേശത്തേക്ക് ഒരു ജോലി തേടി പോകുന്നത്. മക്കളെ വളർത്തണം, ഇപ്പം കുടുംബം നന്നാക്കണം, നല്ല വീട് വെക്കണം, അങ്ങനെയൊക്കെ ആഗ്രഹത്തിനിടയിലാണ് ആ അമ്മ ഒട്ടും താല്പര്യമില്ലാതെ വിദേശത്തേക്ക് പോയത്. ഒരുപാട് സന്തോഷത്തോടെ പോയ യാത്ര വളരെ വേദനയോടെ തിരിച്ചു വരേണ്ട ഒരു സാഹചര്യമാണ്. സുജയ ശനിയാഴ്ചയോടുകൂടി ഉൾപ്പെടെയുള്ള ആളുകൾ അറിയിക്കുന്നത്. അമ്മയ്ക്ക് വേദനയുണ്ട്. കാരണം നമ്മൾ ഉള്ളൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ അതിന്റെ ചില ഭാഗങ്ങളൊക്കെ കേട്ടിരുന്നു. ആദ്യഘട്ടത്തിൽ അപകടം പറ്റിയ ഐസിയുലാണെന്ന് മാത്രമാണ് പറഞ്ഞത്. ഘട്ടത്തിൽ അതിനപ്പുറത്തേക്ക് പറയേണ്ടെന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷെ പിന്നീട് വിദേശത്ത് നിന്ന് നാട്ടിലേക്കൊക്കെ എത്താനുള്ള പ്രതിസന്ധിയൊക്കെ നിലനിന്ന സാഹചര്യത്തിൽ സ്പോൺസർ ഉൾപ്പെടെ ഇത്തരത്തിൽ മരണവാർത്ത അറിയിക്കേണ്ടി വന്നു. ഹൃദയം പൊട്ടുന്ന വേദനയോടുകൂടിയാണ് ആ അമ്മ മകന്റെ മരണവിവരം കേട്ടത്. ചില ഭാഗങ്ങളൊക്കെ നമ്മൾ അത്രമാത്രം വേദനയാണ് ഈ വീട്ടിലുള്ളത്. വലിയ വിഷമമുണ്ട്. സാധാരണ കുടുംബമാണ്, ഒരുപാട് പ്രതീക്ഷയോടുകൂടി വളർത്തിയ മകനാണ്. ഇതിന് പുതിയ സ്കൂളിലേക്കൊക്കെ പോകുന്ന ഘട്ടത്തിൽ NCC ചേരണം, NCCയുടെ ഭാഗമാകണം, അതിന്റെ പരേഡുകൾ ചെയ്യണം, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ആഗ്രഹങ്ങളൊക്കെ ഇനി പാതി വഴിയിലാണ്. ഒരുപാട് ഈ സ്കൂൾ അധികൃതർ ഒരുപാട് നിർബന്ധിച്ചതിന് ശേഷമാണ് അവരുടെ വീട്ടിൽ പോയി പഠിക്കും. ശരി. വി ജയശങ്കറാണ് തേവലക്കരയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.